പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കായ വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഴുത്ത പച്ചക്കായ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മഞ്ഞ കളർ വന്നത്. ഇനി ഇതിൻ്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാം. ഇതിൻ്റെ തൊലി കളഞ്ഞ ശേഷം നമുക്ക് കഴുകി എടുത്തിട്ട് നന്നായി വെള്ളം തുടക്കാം. അതിനുശേഷം ഇതുപോലൊരു സ്ലൈസർ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് റൗണ്ടിൽ ഇതുപോലെ കിട്ടും കേട്ടോ. ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച പച്ചക്കായ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിങ്ങനെ പൊങ്ങി വരും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ പൊങ്ങി വരും. ഫസ്റ്റ് നമ്മൾ തീ കൂട്ടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിട്ട ശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കായ വറുത്തത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പം നമ്മൾക്കിത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഇവിടെ വെക്കണം. കരിഞ്ഞു പോകരുത്. ഇത് എന്താ വെച്ചാൽ കുറച്ചൊരു പഴുത്ത ഒരു പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അധികം പച്ചയല്ല, ജസ്റ്റ് ഒന്ന് പഴുക്കാൻ പോകുന്നൊരു പഴമില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു കായ. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ദൂരെ നിന്നിട്ട് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇതെല്ലാം മിക്സ് ആക്കാം. അപ്പോൾ നമുക്കതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ കായ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും കായ വറുത്തത് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ ചാനൽ. ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.